കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ, വീടുകൾക്കും കെട്ടിടങ്ങൾക്കും വ്യാപകമായ നാശനഷ്ടമുണ്ടായി. കണ്ണൂർ ജില്ലയിൽ ഇതിനകം തന്നെ 4 ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു കഴിഞ്ഞു. 80 പേരാണ് ക്യാമ്പുകളിലുള്ളത്. കണ്ണൂർ, തലശ്ശേരി താലൂക്കുകളിലായി 2 വീതം ക്യാമ്പുകളാണ് ആരംഭിച്ചത്. കണ്ണൂർ കോർപ്പറേഷനിലെ കീഴ്ത്തുള്ളി വെൽനസ് സെന്റർ, തലശ്ശേരി കതിരൂർ സൈക്ലോൺ ഷെൽട്ടർ, തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിലെ നരിക്കോട്ടുമല സാംസ്കാരിക കേന്ദ്രം എന്നിവിടങ്ങളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചത്. കണ്ണൂർ ജില്ലയിലാകെ 71 കുടുംബങ്ങളെ അപകട ഭീഷണിയെ തുടർന്ന് ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. തലശ്ശേരി താലൂക്കുകളിൽ 8 വില്ലേജുകളിലായി 48 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. തൃപ്പങ്ങോട്ടൂരിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു. കണ്ണൂർ താലൂക്കിൽ 6 വില്ലേജുകളിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. 15 കുടുംബങ്ങളെ ബന്ധുവീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പയ്യന്നൂർ താലൂക്കിൽ 2 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇരിട്ടി താലൂക്കിൽ 3 വില്ലേജുകളിലെ 4 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. തളിപ്പറമ്പ് 2 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ ബുധനാഴ്ച മാത്രം ശക്തമായ മഴയിൽ 3 വീടുകൾക്ക് പൂർണ്ണമായും 24 വീടുകൾക്ക് ഭാഗികമായും നാശനഷ്ടം സംഭവിച്ചു. ഇരിട്ടിയിൽ 2 വീടും പയ്യന്നൂരിൽ 1 വീടിനുമാണ് പൂർണ്ണമായും നാശനഷ്ടം സംഭവിച്ചത്. ജൂൺ 1 മുതലുള്ള കണക്കുപ്രകാരം കാലവർഷത്തെ തുടർന്ന് കണ്ണൂർ ജില്ലയിൽ 13 വീടുകൾ പൂർണ്ണമായും 242 വീടുകൾ ഭാഗികമായും തകർന്ന നിലയിലാണ്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിരന്തരം വിലയിരുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തഹസിൽദാർമാർക്കും വില്ലേജ് ഓഫീസർക്കും കളക്ടർ നിർദ്ദേശം നൽകി. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, ഓപ്പോസിറ്റ് മാഗ്നം മാൾ, മെയിൻ റോഡ്, പയ്യന്നൂർ. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, ഏറ്റവും നല്ലത്.